ഹലോ, ഐ എം ഷഫ്ന ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സത്യം പറയാനാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഐ എം വെരി ന്യൂ ടു യൂട്യൂബ്. ഐ റിയലി ഡോണ്ട് നോ ഹൗ ദിസ് വർക്ക്സ്. ലോങ് വീഡിയോസ് എടുക്കാൻ എനിക്ക് ഒട്ടും ഐഡിയ ഇല്ല. ഇവിടെ എന്താണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവുക, ഇതാരെങ്കിലുമൊക്കെ കാണുമെന്ന് വരെ എനിക്കറിയില്ല. ബട്ട് ഐ റിയലി വാണ്ടഡ് ടു ട്രൈ യൂട്യൂബ്. ഐ ഹാവ് ബീൻ ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഫോർ ദ പാസ്റ്റ് 10 months. പക്ഷെ മെയിൻലി എൻ്റെ ഇൻസ്റ്റാഗ്രാം മാത്രമായിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഐ ഡു ഹാവ് എ സ്മോൾ ഫാമിലി ഓഫ് 40K+ followers. So 2026 I thought of giving more attention to my YouTube. I really don't know what to put here. ഇത് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊടുക്കുന്നത് തോന്നല്ലേ, ബിക്കോസ് ഐ എം എ ഫേസ്ലെസ് കോണ്ടന്റ് ക്രിയേറ്റർ. അതുകൊണ്ട് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ബേസിക്കലി ഐ ക്രിയേറ്റ് വീഡിയോസ്. ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട്, എഡിറ്റ് ചെയ്യാറുണ്ട്, എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോയിലെ കോണ്ടന്റ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ അൺബോക്സിങ് വീഡിയോ. യൂഷ്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഐ ഓൾവേസ് പ്ലാൻ മൈ കോണ്ടന്റ്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാറ്, എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്. ബട്ട് യൂട്യൂബ് ഈസ് മോർ ലൈക്ക് റോ. ഐ ഡോണ്ട് നോ വെദർ ദിസ് വിൽ വർക്ക്, ബട്ട് ഐ ആം ഗോയിങ് ടു ട്രൈ ഇറ്റ് എനിവേസ്. അപ്പം വിത്തൗട്ട് എനി ഫർദർ ലാഗ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ടുഡേയ്സ് വീഡിയോ. ദിസ് ഈസ് മൈ റൂം. ദിസ് ഈസ് വെർ ഐ സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം. എൻ്റെ വീഡിയോസിലൊക്കെ മിക്ക ബാക്ക്ഗ്രൗണ്ടും ഈ റൂം തന്നെയായിരിക്കും. ലൈക്ക് ഈ ചെയറിൻ്റെ ബാക്ക് ഷോട്ട് വെച്ചിട്ടാണ് ഞാൻ അധികം വീഡിയോസും ഷൂട്ട് ചെയ്യാറ്. ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന പോലെയുള്ള ബാക്ക് ഷോട്ട്സാണ് ഞാൻ നോർമലി എടുക്കാറുള്ളത്. അപ്പം കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്. ഇത് വെച്ചിട്ടാണ് ഞാൻ മിക്ക വീഡിയോസും ഷൂട്ട് ചെയ്യാറ്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 700 സംതിങ് ആയിരുന്നു. ഇപ്പോൾ ഇതിന് 800 സംതിങ് ഉണ്ട്. ഏകദേശം 20,000 റിവ്യൂസ് കിട്ടിയൊരു ട്രൈപോഡാണ്. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. ഹൈറ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ ഓർണമെൻറ്റ് ഓർഗനൈസറാണ്. വീഡിയോസിലൊക്കെ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട്. ഇതിനേക്കാൾ പ്രോപ്പറായിട്ട് എയർ ടൈറ്റ് കണ്ടീഷനിൽ വെക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. സോ ഞാനങ്ങനെ കവർ ചെയ്ത് വെക്കാറുണ്ട്. So this is my planner which I am keeping for 2026, and this is a box full of cute products I got as my PR recently. And ഇന്നത്തെ കോണ്ടന്റ് ഇത് തന്നെയായിരിക്കും. എനിക്ക് എന്താണ് കോണ്ടന്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. I thought like a box of cute products would be a not so bad content. കുഴപ്പമില്ലാത്തൊരു കോണ്ടന്റ് ആയിരിക്കും. കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ. സോ ഐ തോട്ട് നിങ്ങളെയും കൂടി കാണിക്കാം അൺബോക്സ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത്രയും ഹ്യൂജ് ബോക്സ് ഓഫ് ക്യൂട്ട് പ്രൊഡക്ട്സ് deserved a long video. So I thought okay, അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ എൻ്റെ കോണ്ടന്റ്. ആക്ച്വലി ഐ തോട്ട് ഐ വുഡ് ചേഞ്ച് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. സോ ഐ തോട്ട് ഐ വിൽ ഷൂട്ട് മൈ വീഡിയോ ഹിയർ ഇറ്റ് സെൽഫ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ സ്റ്റാർട്ടിങ് ട്രബിൾസ് ഉണ്ട്. ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഞാൻ എന്തായാലും ചെയ്യാം. എൻ്റെ ബെഡിലിരുന്ന് അൺബോക്സ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ലുക്കിംഗ് ദാറ്റ് ഗുഡ്. എനിക്കത് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എൻ്റെ എപ്പോഴുള്ള സ്ഥലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ബോക്സിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി എനിക്ക് കുറച്ചധികം ഇഷ്ടമായതുകൊണ്ട്. അതിലൊന്നാണ് ഈ ഒരു സിലിക്കോൺ ലാമ്പ്. പിന്നെ ഈ ആക്രിലിക് മാർക്കർ സെറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ചുകൂടി ലൈറ്റ് ഓക്കെ സെറ്റല്ലേ. പിന്നെ കുറച്ച് ആക്രിലിക് മാർക്കർ സെറ്റ്സ് ഇതിൽ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തായിരുന്നു, ഓക്കെ ഇതൊരു ടേപ്പ് കട്ട്. ഇതും എനിക്ക് ആവശ്യം വരുമെന്ന് തോന്നിയതുകൊണ്ട് ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഞാനൊന്ന് ഓപ്പോസിറ്റ് സൈഡ് ക്യാമറ വെച്ച് നോക്കാം. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനിയിപ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു ആംഗിൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഐ തിങ്ക് ഈ ഒരു ആംഗിളാണ് കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പോഴത്തെ സൈഡിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നോയ്സ് വരും. അപ്പോൾ ആദ്യം ബോക്സിന് മേലെ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇത് ആക്ച്വലി ഒരു പൗച്ചാണ്. പൗച്ച് ഇൻ ദ സെൻസ് നമ്മൾ നോർമലി സ്കൂൾസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൗച്ചല്ല. നമുക്ക് മേക്കപ്പ് ഒക്കെ എടുത്തെടുക്കാൻ പറ്റിയ കുറച്ച് വലിയ സൈസ് പൗച്ചാണ്. ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ബി പോസ്റ്റിംഗ് ദിസ് വീഡിയോ. ബിക്കോസ് ചില സമയം എനിക്ക് തന്നെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടൊരു മൈക്കില്ല. പക്ഷേ ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി
എന്നെ 2 പേര് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് ഐ തിങ്ക് ഹർ നെയിം ഈസ് മുബീന ആൻഡ് ഒന്ന് പുള്ളിക്കാരുടെ പേര് റസ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2 ആൾക്കാർ എന്നോട് പറയും വീഡിയോ ഇടൂ, യൂട്യൂബിൽ വീഡിയോസ് ഇടൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, താങ്ക് യു മുബീന ആൻഡ് താങ്ക് യു റസ. നിങ്ങൾ 2 ആൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കൊരു പുഷ് കിട്ടിയത്. എനിക്കറിയില്ല എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സാണ്. ഇനി ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പെൻസാണിത്. ഇതൊക്കെ എനിക്ക് ആ ബോക്സിൻ്റെ മേലെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതെടുത്തു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പൊളിച്ചു വെച്ചോന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ജെൽ പെൻ. ഇങ്ങനെയുള്ളൊരു ക്യൂട്ടായിട്ടൊരു പെന്നാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പേജിൽ എഴുതിയിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ എന്തെങ്കിലും എഴുതുവാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും എഴുതുവാണ്. സോ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ജെൽ പെന്ന പോലെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു എറേസർ പോലെ ഉണ്ടാവും. നമുക്കിത് ആക്ച്വലി നമ്മൾ എഴുതിയ സാധനം നമുക്ക് എറേസ് ചെയ്ത് കളയാൻ പറ്റും. സോ ഹൗ കൂൾ ഈസ് ദാറ്റ്. അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനത് പൊളിച്ച് പുറത്ത് വെച്ചു. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ്സ് എ പെൻ. ഈ പെൻ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. വിച്ച് ഈസ് ദിസ്. ഇത് കാണുമ്പോൾ നോർമൽ ഒരു പെൻ പോലെ തോന്നും, ബട്ട് ഇറ്റ്സ് എ ജെൽ പെൻ. വളരെ നല്ല റൈറ്റിങ് കിട്ടുന്നൊരു പെന്നാണ്. ഡോണ്ട് മൈൻഡ് മൈ റൈറ്റിംഗ്. എൻ്റെ അത്ര വൃത്തിയില്ല, പക്ഷെ പൊതുവെ നല്ലൊരു പെന്നാണിത്. ആൻഡ് ഇത് ഇറ്റ്സ് ലൈക്ക് ഗ്ലിറ്റർ പെന്നല്ല, ഇത് കുറച്ചുകൂടി ഒരു വേവി ആയിട്ടൊരു ബ്രഷാണ്. ലൈക്ക് ഫെദർ ടൈപ്പ് ഓഫ് ബ്രഷാണ്. കുറച്ചുകൂടി പെയിൻറ്റ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഒരു ബ്രഷാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന്. കാരണം യൂട്യൂബിൽ എന്ത് ചെയ്യും, എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് അറിയാത്ത ഒരാളാണ് ഞാൻ. സംടൈംസ് ഐ ഈവൻ ഫോർഗെറ്റ് ദാറ്റ് ഐ ഹാവ് ആൻ ആപ്പ് കോൾഡ് യൂട്യൂബ് ഇൻ മൈ ഫോൺ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, സത്യം പറഞ്ഞാൽ ഫോണിൽ യൂട്യൂബ് തുറന്നു നോക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടതാണ്. അന്ന് പോസ്റ്റ് ചെയ്ത ഒരു 5-6 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഭാഗം തിരിഞ്ഞ് നോക്കാതെയായി. ബിക്കോസ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ബ്രഷ് ഗ്ലിറ്റർ പെൻ. ഇതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടാവും, ബട്ട് ലെറ്റ്സ് ജസ്റ്റ് കോൾ ഇറ്റ് ബ്രഷ് ഗ്ലിറ്റർ പെൻ. ഇതിങ്ങനെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പെന്നാണ്. ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. മേ ബി എൻ്റെ സെക്കൻഡ് വീഡിയോ മുതൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആംഗിൾസ്, ലൈറ്റിംഗ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ലോങ് വീഡിയോസാണ്, വലിയ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു 30 സെക്കൻഡ് റീലാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മീ ലൈക്ക് 2-3 hours. യൂട്യൂബ് വീഡിയോസ് കുറച്ചുകൂടി ടൈപ്പ് ഓഫ് റോ. ഇപ്പം എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഫിൽറ്ററൊന്നും ചെയ്യാതെയാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഇൻസ്റ്റാഗ്രാം. ബട്ട് ഒബ്വിയസ്ലി നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്ന ഈ ഒരു പാർട്ട് ഈസ് വെരി ഡിഫിക്കൽട്ട് ദാൻ ഐ തോട്ട്. കുറച്ച് ഈസി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതൊരു ഹൈലൈറ്ററാണ്. ഇത് ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഒന്നാമതിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ പാക്കേജിങ് ഈസ് റിയലി നൈസ്. ഇറ്റ്സ് ലുക്കിംഗ് റിയലി ക്യൂട്ട്. ഹൈലൈറ്റർ ലൈക്ക് നോർമൽ ഇനി ഹൈലൈറ്റർ പെന്ന പോലെ ഒരു സംഭവമാണ് ഇത്. എനിക്ക് ബാക്കി കാണിച്ച സ്ഥിതിക്ക് സോ ലൈക്ക് ദിസ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഓക്കെ, ഇങ്ങനെ. സോ ഇതാണ് നമ്മുടെ ഹൈലൈറ്റർ പെൻ. മേ ബി വി ക്യാൻ യൂസ് ഇറ്റ് അതർ സൈഡ് ഓൾസോ. ഒരു മാർക്കർ പോലെയൊക്കെയുള്ള എഫക്റ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ എപ്പോൾ പിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഐ ഫസ്റ്റ് റൈറ്റ് മൈ നെയിം. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈസ് പോർട്ടബിൾ ഫാൻ. ആദ്യം ഞാൻ വിചാരിച്ചു ആ ഒരു ബോക്സ് കണ്ടപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ ഫാൻസി ഐറ്റം, അതായത് ജസ്റ്റ് അങ്ങനെ ഭയങ്കര കാറ്റ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് നോർമൽ കാണാൻ ഒരു ഭംഗിയുള്ളൊരു ഐറ്റം ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനത് കുറച്ച് സമയം ചാർജിൽ വെച്ചു. ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് പോലും നല്ലപോലെ വർക്കിംഗ് ആയിട്ടുള്ള, നല്ലപോലെ ഫങ്ഷനാലിറ്റി ഉള്ളൊരു ക്യൂട്ട് പ്രൊഡക്റ്റ്. സോ ഇറ്റ്സ് കോൾഡ് എ മാച്ച് ഫാൻ. അതെനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് മനസ്സിലായത് ഇറ്റ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ മാച്ച് സ്റ്റിക്ക്. അതുകൊണ്ടാണ് ഇതിന് മാച്ച് ഫാൻ എന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ എനിക്ക് വേറൊരു പ്രൊഡക്റ്റ് കൂടി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ഗ്രിഡ് അല്ല, ഗ്രാഫ് ജേർണൽ എന്നൊക്കെയാണ് ഇതിനെ പറയാറെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബുക്സ്. ഐ ഡിഡ്ന്റ് ന്യൂ ഇത് എവിടെ കിട്ടുമെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാഫ് ജേർണൽ. സോ ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് കാണിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മേ ബി അടുത്ത വീഡിയോയിൽ കാണിക്കാം. എത്ര ഡ്യൂറേഷൻ ആയെന്ന് അറിയില്ല, 6 minutes ആയി. ബാക്കിയുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കൂടി പറയുമ്പോഴേക്കും ഐ തിങ്ക് ഒരു 10 മിനിറ്റൊക്കെയുള്ള വീഡിയോ നമുക്കുണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ. ഐ ഡോണ്ട് നോ എന്തൊക്കെയാണ് അവസാനം പറയേണ്ടത്, എങ്ങനെയൊക്കെയാണിത് വൈൻഡപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ ഹെൽപ്പ് മീ വിത്ത് ദ കോണ്ടൻറ്റ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കോണ്ടൻറ്റ് ആവാൻ നിങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് കോണ്ടൻറ്റ് ആക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള സജഷൻസ് ആർ വെരി മച്ച് വെൽക്കം. ബിക്കോസ് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. ആരെങ്കിലും കാണുമായിരിക്കും അല്ലേ. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ ഷെയർസ് യൂട്യൂബ് വീഡിയോസ് ദീസ് ഡേയ്സ്. ബിക്കോസ് ഞാൻ യൂട്യൂബ് എന്നെ പോലെയും കുറേ ആൾക്കാരുണ്ടാവില്ലേ യൂട്യൂബ് ഒട്ടും ഓപ്പൺ ചെയ്യാത്ത ആൾക്കാർ. ഇൻസ്റ്റാഗ്രാം കൊണ്ടായിരിക്കാം മേ ബി. ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ വിൽ ഷെയർ യൂട്യൂബ് വീഡിയോസ്. ബട്ട് ഇഫ് എനിവൺ ഈസ് ഷെയറിങ്, പ്ലീസ് ടു ഷെയർ മൈ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടമാവും തോന്നുന്ന ആൾക്കാരിലേക്ക് എനിക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവും നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കാം. അപ്പോൾ ലൈക്ക്, ഷെയർ and subscribe to my YouTube channel. That's it. Bye.